ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ടാസ്കിന് പുതിയ നേതൃത്വം. കേരളത്തിലെ ട്രാവൽ ഏജന്റുമാരുടെ സംഘടനയായ ട്രാവൽ ആൻഡ് ടൂർസ് ഏജന്റ്സ് സർവൈവൽ കേരളൈറ്റ്സ് ടാസ്കിന്റെ 2026-29 കാലയളവിലേക്കുള്ള പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. രാജേഷ് ചന്ദ്രൻ പ്രസിഡന്റായും ജുബൈർ CK ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. അബ്ദുൽ ഖാദർ, നാസർ എടക്കര എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും, സുജിത് കുമാർ M, ജുനൈദ് CK, അനുരാജ് AR എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും, മുഹമ്മദ് റിയാസ് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന 15 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെട്ട പുതിയ കമ്മിറ്റിയാണ് സംഘടനയെ അടുത്ത 3 വർഷക്കാലത്തേക്ക് നയിക്കുക. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലെ ഏജന്റുമാരുടെ താൽപര്യ സംരക്ഷണം, വ്യവസായ വികസനം, പരിശീലന പരിപാടികൾ, പഠനയാത്രകൾ, നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ, സാമൂഹിക ഉത്തരവാദിത്വ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുമെന്ന് പുതിയ നേതൃത്വം അറിയിച്ചു. UDF വാഗ്ദാനങ്ങൾ വോട്ട് തേടുവാനുള്ള തന്ത്രം. സർക്കാരിന് സംഘപരിവാർ വിധേയത്വം പിണറായി വിജയൻ. VD സതീശൻ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. UDF സർക്കാരിന് സംഘപരിവാർ വിധേയത്വമെന്നും വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയെന്നുമാണ് വിമർശനം. പകർച്ചവ്യാധി, വന്യജീവി ആക്രമണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയും UDF സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു. CPIM, CPI മുഖപത്രങ്ങളായ ദേശാഭിമാനിയിലും ജനയുഗത്തിലും എഴുതിയ ലേഖനത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. CMRL നൽകിയ സേവനങ്ങൾ എന്തെല്ലാം? വീണ T രേഖകൾ ഹാജരാക്കിയില്ല, ED വീണ്ടും ചോദ്യം ചെയ്യും. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ Tയെ വീണ്ടും ED ചോദ്യം ചെയ്യും. SFIO റിപ്പോർട്ടിന്റെ അനുബന്ധ രേഖകളുടെ പൂർണ്ണ വിവരം ലഭിച്ച ശേഷം സമൻസ് അയക്കും. വീണ T നൽകിയ മൊഴി രേഖകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും. CMRLന് നൽകിയെന്ന് പറയുന്ന സേവനങ്ങൾ എന്തെല്ലാമെന്ന് തെളിയിക്കുവാൻ രേഖകൾ ഹാജരാക്കുവാൻ വീണ Tയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഒടുവിൽ സമാധാനം. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവച്ച് ട്രംപും പെഷസ്ക്യാനും. ഇറാൻ സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാനും. മുൻ നിശ്ചയിച്ച പ്രകാരം ജനീവയിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് ഉണ്ടാകില്ല. എന്നാൽ ട്രംപും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബഫും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പുറത്തുവന്ന കരാറിലെ വിവരങ്ങൾ അമേരിക്കൻ അധികൃതർ സ്ഥിരീകരിച്ചു. കരാറിൽ ഉറച്ചുനിന്നില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കും എന്നാണ് G7 ഉച്ചകോടിയിലെ വാർത്താ സമ്മേളനത്തിൽ ട്രംപിന്റെ ഭീഷണി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണം. സംസ്ഥാന കൌൺസിലിൽ ആവശ്യം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് പാർട്ടിയിൽ വീണ്ടും ആവശ്യം. സംസ്ഥാന കൌൺസിലിലാണ് ആവശ്യം ഉയർന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സെക്രട്ടേറിയറ്റ് സ്വജനപക്ഷപാതം നടത്തിയെന്നും അംഗങ്ങൾ ആരോപിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അപക്വമായ പ്രസ്താവനകൾ നിർത്തണമെന്നും സംസ്ഥാന കൌൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ പെരുമാറിയത് രാജാവിനെ പോലെന്നും LDF ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടെന്നും വിമർശനമുയർന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നേട്ടങ്ങളും കോട്ടങ്ങളും ഒരുപോലെ. VD സതീശൻ സർക്കാരിന് ഇന്ന് 1 മാസം. വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ VD സതീശൻ സർക്കാരിന് ഇന്ന് 1 മാസം. ഭരണപക്ഷത്തിന് ആനന്ദിക്കുവാനും പ്രതിപക്ഷത്തിന് ആയുധമാക്കുവാനും അവസരങ്ങൾ ധാരാളം നൽകിയ ഒരു മാസമാണ് കടന്നുപോയത്. മന്ത്രി സ്റ്റാഫിലെ ബന്ധു നിയമനവും പ്ലീഡർ നിയമന വിവാദവും PM ശ്രീ പദ്ധതിയിലെ മുൻ നിലപാടിൽ നിന്നുള്ള മലക്കം മറിച്ചിലും ആദ്യ മാസത്തിലെ കല്ലുകടിയായി ശേഷിക്കുന്നു. ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരം. ഇംഗ്ലീഷ് കരുത്തിന് മുൻപിൽ മുട്ടുമടക്കി ക്രൊയേഷ്യ. ലോകകപ്പിലെ കരുത്തരുടെ പോരിൽ ക്രൊയേഷ്യയെ തകർത്ത ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ 2-നെതിരെ 4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. ഒപ്പത്തിനൊപ്പം പൊരുതി നിന്ന ആദ്യ പകുതി, ഇംഗ്ലീഷുകാരുടെ സമ്പൂർണ്ണ മേധാവിത്വം കണ്ട 2ാം പകുതി. ഒടുവിൽ ഇംഗ്ലീഷ് കരുത്തിന് മുൻപിൽ മുട്ടുമടക്കി ക്രൊയേഷ്യ. 2018 ലോകകപ്പ് സെമിയിൽ ക്രൊയേഷ്യയോടേറ്റ തോൽവിക്ക് ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.